ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ? മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലൂടെ ടിപ്പർ അടക്കമുള്ള വലിയ ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ദേശീയപാതയിൽ ഓരോടം പാലം മുതൽ തിരൂർക്കാട് വരെയും പൊന്നിയകുറിശി ബൈപ്പാസിലും വലിയ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. ജില്ലാ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. മലപ്പുറം ജില്ലാ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലൂടെ രാവിലെ 8:30 മുതൽ 10 വരെയും വൈകിട്ട് 3 മണി മുതൽ 5 വരെയും ടിപ്പർ ഉൾപ്പെടെയുള്ള വലിയ ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മഞ്ഞളാംകുഴിയാലി MLA ജില്ലാ കളക്ടറെ നേരിട്ട് കണ്ട് നിവേദനം നൽകുകയും ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. MLAയുടെ സാന്നിധ്യത്തിൽ കളക്ടർ ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെടുകയും ടോറസ്, ബുള്ളറ്റ്, ടാങ്കർ തുടങ്ങിയ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് നടപ്പാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലെയും ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ പെരിന്തൽമണ്ണ പോലീസ് പൊന്നിയകുറിശി ബൈപ്പാസിലും തിരൂർക്കാട് ഭാഗത്തും പരിശോധന കർശനമാക്കിയത്. ദേശീയപാതയിൽ ഇരുഭാഗത്തു നിന്നും വരുന്ന വലിയ വാഹനങ്ങൾ പോലീസ് തടഞ്ഞ് ഡ്രൈവർമാരെ വിവരം ധരിപ്പിച്ചു തുടങ്ങിയതോടെ വാഹനങ്ങൾ റോഡിനിരുവശവും നിർത്തിയിടാൻ തുടങ്ങി. പൊന്നിയകുറിശി ഭാഗത്ത് തടയുന്ന വാഹനങ്ങൾ ബൈപ്പാസിൽ പാർക്ക് ചെയ്യുന്നത് ഗതാഗത തടസ്സമുണ്ടാക്കുന്നില്ല. എന്നാൽ തിരൂർക്കാട് ഭാഗത്ത് വാഹനങ്ങൾ റോഡിന്റെ ഒരു വശത്ത് പാർക്ക് ചെയ്യുന്നത് മറ്റു വാഹനങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഓരോടം പാലം മുതൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് കാണാനാവുന്നത്. വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും ചെറുവാഹനങ്ങൾ കൂട്ടമായെത്തുന്നത് ചില സമയങ്ങളിൽ അങ്ങാടിപ്പുറത്ത് ഗതാഗതക്കുരുക്കുണ്ടാക്കുന്നുണ്ട്. കൂടുതൽ പോലീസിനെ വിന്യസിച്ച് നിയന്ത്രണം കർശനമാക്കാനാണ് തീരുമാനം. മഞ്ഞളാംകുഴിയാലി MLA കളക്ടറെ നേരിട്ട് കണ്ട് കാര്യം ധരിപ്പിച്ചതോടെയാണ് വൈകിയാണെങ്കിലും നിയന്ത്രണം കടുപ്പിക്കാൻ തീരുമാനമായത്. പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ ട്രാഫിക് പരിഷ്കാരങ്ങൾ അങ്ങാടിപ്പുറത്തെ കുരുക്കഴിക്കുമോ എന്ന കാര്യം വരും ദിവസങ്ങളിലെ കൂടുതൽ വ്യക്തമാകൂ. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.